നേതാക്കളുമായുള്ള നിർണായക കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ നേതാക്കളെ കാണുന്നത്. കർണാടകത്തിലേക്ക് പോയിരുന്ന ഖർഗെ ഇന്നു തന്നെ വൈകിട്ടോടെ തിരിച്ചെത്തുമെന്നുള്ള സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നേരം പ്രഖ്യാപനം ഉണ്ടാകുമോ? കേരളം കാത്തിരിക്കുന്ന ആ പ്രഖ്യാപനം ഇന്ന് വൈകിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ഉദ്വേഗത്തോടെ കേരളം നോക്കിക്കാണുന്നത്. പിന്തുണകളുടെ കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നേതാക്കളിൽ ഭൂരിപക്ഷവും കേസിക്കൊപ്പമാണ്. അതിനപ്പുറം ഘടകകക്ഷികളുടെ പിന്തുണയാണോ, ജനവികാരം എന്താണോ, എന്താണ് ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡ് പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നോബിൾ മാരിക്കാലിലേക്ക് കൂടി. നോബിൾ, ഇപ്പോൾ എത്ര നേതാക്കൾ ഇതിനകം 10 ജൻപത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു? 10 ജൻപത്തിൽ നിന്ന് വരുന്ന ആ വെള്ളപ്പുക കാണാൻ കാത്തിരിക്കുകയാണ് കേരളം. സ്മൃതി, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ യോഗങ്ങൾ, കൂടിക്കാഴ്ചകൾ ആരംഭിക്കും എന്ന് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ അവസാനം കയറിപ്പോയത് ഷാഫി പറമ്പിലാണ്. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് എന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. കെ സുധാകരനും അല്പം മുമ്പ് 10 ജൻപത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. നേരത്തെ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, MM ഹസൻ എന്നീ നേതാക്കളും എത്തിയിരുന്നു. ഇനിയിപ്പോൾ എത്താനുള്ളത് പ്രധാനമായും KM മുരളീധരനാണ്. അതോടൊപ്പം തന്നെ മറ്റ് ദീപദാസ് മുൻഷി അടക്കമുള്ള നേതാക്കളും എന്താണെങ്കിലും എത്തേണ്ടതുണ്ട്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഏറെക്കുറെ ചർച്ചകളിലേക്ക് കടന്നുകൊണ്ട് നേതാക്കളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്നിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ വിളിച്ചു വരുത്തിയ നേതാക്കളിൽ ഭൂരിഭാഗം പേരും KC വേണുഗോപാലിന് ഒപ്പമുള്ളവരാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും അനുകൂലിക്കുന്ന ആളുകളാണ് എന്താണ് യാഥാർത്ഥ്യം. ഏതാണെങ്കിലും അല്പസമയത്തിനകം നേതാക്കളുമായുള്ള ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൂടിക്കാഴ്ച ആരംഭിക്കും. അതിനുശേഷം നേതാക്കൾ ഇന്നിപ്പോൾ പുറത്തേക്ക് വരും. ഒരുപക്ഷെ എന്തായിരിക്കും നേതാക്കൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമാണ്. നേതാക്കളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ സാഹചര്യം കൂടി എന്താണെങ്കിലും മനസ്സിലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അകത്തേക്ക് ഇപ്പോൾ തന്നെ എത്തും എന്നും വിവരമുണ്ട്. സ്മൃതി, ശരി, നേതാക്കളായി ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം. മുതിർന്ന നേതാക്കളെയും അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഇന്ന് രാഹുൽ കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അവസാനത്തെ ചർച്ചകൾ എന്ന രൂപത്തിൽ വേണം ഇന്നത്തെ ചർച്ചകളെ കാണാൻ. മുഖ്യമന്ത്രി ആര് എന്നുള്ളതിൽ തീരുമാനം ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള സൂചനകളും വന്നുകൊണ്ടിരിക്കുകയാണ്.